നമസ്കാരം. പശ്ചിമേഷ്യയിലെ യുദ്ധ സാഹചര്യത്തിൽ ഇറാൻ തങ്ങളുടെ നയം വ്യക്തമാക്കിയിരിക്കുകയാണ്. വാക്കിന് വ്യവസ്ഥയില്ലാത്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി യാതൊരു വിധത്തിലുള്ള ചർച്ചയ്ക്കോ കരാറിനോ തയ്യാറല്ല എന്നാണ് ഇറാന്റെ പക്ഷം. 5 ദിവസത്തെ വെടിനിർത്തൽ പ്രഖ്യാപിച്ച ആ വാക്കുപോലും പാലിക്കാൻ കഴിയാത്ത നിമിഷം തോറും നിലപാടില്ലാതെ മലക്കം മറിയുന്ന ട്രംപിനോട് യാതൊരുവിധ ഒത്തുതീർപ്പിനും തയ്യാറല്ല എന്നാണ് ഇറാൻ വ്യക്തമാക്കുന്നത്. യുഎസുമായി കരാറിലെത്താൻ ഒരാൾ പോലും ആഗ്രഹിക്കുന്നില്ല എന്നും ഇറാന്റെ സംയുക്ത സേനാ കമാൻഡർ വക്താവ് ഇബ്രാഹിം സൊൽഫഹാരി വ്യക്തമാക്കുന്നു. നിങ്ങളുടെ ആഭ്യന്തര സംഘർഷങ്ങൾ നിങ്ങളുമായി തന്നെ ചർച്ച നടത്തുന്ന അവസ്ഥയിലെത്തിയോ എന്നാണ് ഇറാനുമായി യുഎസ് ചർച്ച നടത്തിയെന്ന ട്രംപിന്റെ വാദത്തെ പരിഹസിച്ചത്. ഇറാന്റെ ആദ്യത്തെയും അവസാനത്തെയും വാക്ക് ആദ്യ ദിനം മുതൽ ഒന്നു തന്നെയാണെന്ന്, ഇപ്പോഴെന്നല്ല ഒരിക്കലും ഒരു കരാർ ഉണ്ടാവില്ല എന്ന് നയം, എന്നാൽ ഉറച്ച നിലപാട് ഇറാൻ വ്യക്തമാക്കി. യുഎസുമായി ആണവ ചർച്ച നടക്കുന്നതിനിടയിലാണ് ട്രംപ് ഇറാനെ ആക്രമിച്ചതെന്നും അത് നയതന്ത്ര ചതിയാണെന്നും ഇനി അത്തരം ചർച്ചകൾ നിരർത്ഥകമാണ് എന്നും ഇറാൻ വിദേശകാര്യ വക്താവ് ഇസ്മായിൽ ബഹായ് പറയുന്നു. അതിനിടെ ഇറാൻ യുദ്ധം തീർക്കുന്നത് സംബന്ധിച്ച് തങ്ങളുടെ നയതന്ത്ര ശ്രമത്തെക്കുറിച്ച് പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാനെ ധരിപ്പിച്ചുവെന്നും ഇറാൻ യുഎസിന് ഹോർമുസുമായി ബന്ധപ്പെട്ട വളരെ വലിയ ഒരു സമ്മാനം നൽകിയെന്നും ട്രംപ് പറഞ്ഞു വെക്കുന്നു. ഇന്നലെ അവർ ഒരു വളരെ മികച്ച ഒരു കാര്യം ചെയ്തുവെന്നും അവർ ഞങ്ങൾക്കൊരു സമ്മാനം നൽകിയെന്നും ആ സമ്മാനം ഇന്നാണ് ലഭിച്ചതെന്നുമായിരുന്നു ട്രംപ് പറഞ്ഞു വെച്ചത്. അത് ഭീമമായ തുകയേക്കാൾ മൂല്യമുള്ള വളരെ വലിയ ഒരു സമ്മാനമാണ്. ഈ സമ്മാനം ഹോർമുസിലെ എണ്ണ നീക്കവുമായി ബന്ധപ്പെട്ടതാണെന്നും എന്നാൽ ഇറാന്റെ ആണവ പദ്ധതിയുമായി ബന്ധപ്പെട്ടതല്ല എന്നും സൂചിപ്പിക്കുകയും ചെയ്തു. ഇറാനെതിരായ നിരുപാധികം കീഴടങ്ങൽ എന്ന കടുത്ത നിലപാടിൽ നിന്നും അമേരിക്ക പിന്നോട്ട് പോകുന്നത് അവരുടെ നയതന്ത്രപരവും സൈനികപരവുമായ പരാജയമാണെന്നും ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാജി പരിഹസിക്കുന്നുണ്ട്. ഇറാൻ സ്റ്റേറ്റ് ടെലിവിഷന് നൽകിയ അഭിമുഖത്തിലാണ് അമേരിക്കയുടെ നിലപാട് മാറ്റത്തെ അദ്ദേഹം രൂക്ഷമായി വിമർശിച്ചത്. ഒരു കാലത്ത് ആജ്ഞാപിക്കുന്ന സ്വരത്തിൽ സംസാരിച്ചിരുന്നവർ ഇപ്പോൾ ചർച്ചകൾക്കായി വാദിക്കുന്നത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചു. ഇത് ഇറാന്റെ പ്രതിരോധത്തിന് മുന്നിൽ അമേരിക്ക വഴങ്ങുന്നതിന്റെ കൃത്യമായ തെളിവ് കൂടിയാണ്. സൗഹൃദ രാജ്യങ്ങൾ വഴി അമേരിക്ക ഒന്നിലധികം സന്ദേശങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇറാനിൽ അയച്ചിട്ടുണ്ട് എന്നും അരാജി വെളിപ്പെടുത്തി. എന്നാൽ ഇവയെ ഔദ്യോഗികമായ ചർച്ചകളായോ സംവാദങ്ങളായോ കാണാൻ സാധിക്കില്ല എന്നാണ് ഇറാൻ വ്യക്തമാക്കിയിരിക്കുന്നത്. അമേരിക്കൻ സന്ദേശങ്ങൾക്ക് മറുപടിയായി ഇറാൻ തങ്ങളുടെ ശക്തമായ നിലപാടുകളും മുന്നറിയിപ്പുകളും അറിയിക്കുക മാത്രമാണ് ചെയ്യുന്നത്. സന്ദേശങ്ങളിലെ ഉള്ളടക്കം ഉന്നത നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട് എന്ന് ഏതെങ്കിലും തരത്തിലുള്ള നയപരമായ തീരുമാനങ്ങൾ എടുക്കുകയാണ് എങ്കിൽ അത് ഔദ്യോഗികമായി തന്നെ ലോകത്തെ അറിയിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം യുദ്ധം അവസാനിപ്പിക്കാനായി വൈറ്റ് ഹൌസ് മുന്നോട്ട് വെച്ച 15 കർമ്മ പദ്ധതിയിൽ ചർച്ചകൾ പുരോഗമിക്കുകയാണ് എന്നും അമേരിക്കയുടെ അവകാശവാദം. എന്നാൽ അമേരിക്കൻ സൈന്യം പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് എന്നാണ് അരാജി വ്യക്തമാക്കിയതും. സൈനിക വിജയങ്ങളുടെ എഡിറ്റ് ചെയ്ത ദൃശ്യങ്ങൾ മാത്രം കാണിച്ച ട്രംപിനെ വിശ്വസിപ്പിച്ച് യുദ്ധം വിൽക്കാനാണ് വാഷിംഗ്ടൺ ശ്രമിക്കുന്നതെന്ന് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. എന്തായാലും ഇരുവരും തമ്മിലുള്ള ചർച്ചകൾ യാതൊരു ദിശയിലോ അല്ലെങ്കിൽ യാതൊരുവിധ കരയ്ക്കും അടുപ്പിച്ചിട്ടില്ലാത്ത സാഹചര്യത്തിൽ യുദ്ധം ഇനി എത്ര നാൾ മുന്നോട്ട് നീങ്ങും അല്ലെങ്കിൽ മുന്നോട്ട് പോകും എന്ന കാര്യത്തിൽ നമുക്ക് കാത്തിരുന്ന് തന്നെ അറിയാം.